ഹലോ, നിങ്ങളെല്ലാവരും കേട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ വിളിക്കാം. അങ്ങേ അറ്റം വരെ കേൾക്കുന്നു നോക്കണം. ഹലോ. ഓ, പെരിന്തൽമണ്ണയ്ക്ക് ശക്തി പോരാ. ഒന്നുകൂടെ നോക്കട്ടോ. മക്കരപ്പറമ്പ്. അപ്പൊ മക്കരപ്പറമ്പേ എന്ന് വിളിച്ച എന്തോന്ന് വിളിയേക്കുമല്ലോ. മക്കരപ്പറമ്പേ. അതെ, മക്കരപ്പറമ്പുകാർക്ക് വിജയ. അപ്പൊ എൻ്റെ കൂടെ വിജയകുമാറുണ്ട്, ആഷ്മി താജ് ഇബ്രാഹിം ഉണ്ട്. ഞങ്ങളുടെ ഒരു 10-60 പേരടങ്ങുന്ന ഒരു ടീമുണ്ട്. നിങ്ങൾക്കറിയുന്ന പോലെ ഈ മക്കരപ്പറമ്പിലെ കുടുംബശ്രീയുടെ ഈ പരിപാടിക്ക് വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ കേരളം മുഴുവൻ നീണ്ടുപോകുന്ന ഒരു ദൗത്യത്തിലാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ മയക്കുമരുന്ന് വളരെ വ്യാപിക്കുകയാണ്. അതിനെതിരെ ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുവാനും അതേപോലെ തന്നെ ഇത്തരം വിൽപ്പന നടത്തുന്ന ആൾക്കാരെ ചെറുക്കാനും ഒരു അന്തിമമായൊരു യുദ്ധത്തിന് ജനങ്ങളെ തയ്യാറാക്കാനും വേണ്ടിയാണ് ഞങ്ങൾ ഈ ദൗത്യം തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ചത്. 14 ജില്ലകളിലൂടെ ഇത് കാസർഗോഡ് വരെ പോകും. അത് കഴിയുമ്പോൾ ഈ 20-ാം തീയതി നമ്മൾ കോഴിക്കോട്ട് ഒരു മഹാസമ്മേളനം നടത്തുന്നുണ്ട്. 1 ലക്ഷത്തിലധികം ആൾക്കാർ പങ്കെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കോഴിക്കോട് ബീച്ചിലാണ് 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക്. നിങ്ങളെല്ലാവരെയും നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുക. കാരണം എന്താണെന്നറിയാമോ, ഈ കേരളം വല്ലാത്തൊരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. കോവിഡിന് ശേഷം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ പെൺകുട്ടികളിലേക്കും നമ്മുടെ ചെറുപ്പക്കാരിലേക്കും ഒക്കെ തന്നെ മയക്കുമരുന്നിൻ്റെ വ്യാപനം ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഈ മയക്കുമരുന്ന് വ്യാപനത്തെക്കുറിച്ച് നിങ്ങളിൽ പല ആൾക്കാർക്കും ബോധമുണ്ടെന്ന് എനിക്കറിയാം. ഈ മയക്കുമരുന്ന് വ്യാപിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. 2 പ്രശ്നമാണ്. മയക്കുമരുന്ന് കഴിക്കുന്ന ഒരാൾ ഒരു മനോരോഗിയായിട്ട് മാറും. രണ്ടാമത്തെ കാര്യം, അയാൾക്ക് അക്രമവാസന വളരെ കൂടും. മിക്കവാറും ആളുകൾ കൊലക്കത്തി കയ്യിലെടുക്കും. അപ്പം നമ്മുടെ വീട്ടിൽ മയക്കുമരുന്ന് കഴിക്കുന്ന ആരുമില്ല എന്ന് സന്തോഷത്തോടെ നമ്മൾ ഇരിക്കുമ്പോഴായിരിക്കും തൊട്ട് അയൽപ്പക്കത്തോ അവരുടെ അയൽപ്പക്കത്തോ ഒരാൾ MDMA അതേപോലെ ഏതെങ്കിലും മാരകമായ വിഷലഹരി കഴിച്ച് കൊലക്കത്തിയുമായിട്ട് അവിടെ കാത്തിരിക്കുന്നുണ്ട്. നട്ടപ്പാതിരേക്ക് ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് ഇവനകത്ത് കയറി വരാം. ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ വലിയ സന്ദേഹമാണ്, പേടിയാണ്, ആശങ്കയാണ്, കരച്ചിലാണ്. അവർ പറയുന്നത് ചെറിയ പ്രായത്തിലുള്ള 14 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ വീട് വിട്ട് വൈകുന്നേരം കൂട്ടുകാരുമൊത്തൊക്കെ ജംഗ്ഷനിലൊക്കെ പോയി ഒന്ന് നടക്കാനിറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ ഈ മാരക ലഹരി MDMAയും കൊക്കൈനും ബ്രൗൺ ഷുഗറും അതേപോലെ നമ്മുടെ ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ കഴിച്ചിട്ട് മടങ്ങി വരികയാണെങ്കിൽ അവൻ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വാതിൽ തുറക്കാൻ അമ്മയ്ക്ക് പേടിയാണ്. കാരണം കൊലക്കത്തി വീശി അവൻ അകത്തേക്ക് കയറി വന്ന് അമ്മയുടെ ജീവൻ എടുക്കുമോ എന്നുള്ള ഭയം അമ്മമാർക്ക് കാര്യമായിട്ടുണ്ട്. അമ്മമാർ മാത്രമല്ല, രക്ഷകർത്താക്കളൊക്കെ സങ്കടത്തിലാണ്. നമുക്ക് പലപ്പോഴും ഇതിനൊരു മദ്യം കഴിച്ചാൽ ഉണ്ടാക്കുന്ന ഗന്ധം പോലെ ഒരു വാടയും ഒരു മണമൊന്നും ഇതിന് അനുഭവപ്പെടത്തില്ല. പഞ്ചസാരയുടെ തരി പോലെ വെളുത്തിരിക്കുന്ന ഒരു സാധനമാണ് ഈ MDMA എന്നൊക്കെ പറയുന്നത്. അത് കഴിച്ചാൽ ഒരു 7-8 തവണ കഴിച്ചാൽ ഒരു ഉപകാരമുണ്ട്. നമ്മുടെ ആയുസ് ഒരു 7 കൊല്ലമായിട്ട് ചുരുക്കി കിട്ടും. 7 കൊല്ലത്തിനകം ആൾ കാഞ്ഞു പോകും. ചിലപ്പോൾ 12 കൊല്ലം വരെ ആയുസ് നീട്ടി കിട്ടും. പക്ഷേ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഈ ഒരു വലിയ അപകടം ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ നടത്തുന്ന യാത്രയാണ്. നിങ്ങൾക്കറിയാം, ഈ വാർത്താമുറിയിലിരുന്ന് AC ഒക്കെ പ്രവർത്തിപ്പിച്ച് വാർത്ത വായിക്കുന്ന നമ്മളെന്തിനാണ് ഇങ്ങനൊരു കലാപരിപാടിയായിട്ട് ഇറങ്ങുന്നത് നിങ്ങൾക്ക് സംശയിക്കുന്നുണ്ടാകും. ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ ജനങ്ങൾ വല്ലാത്തൊരു അപകടത്തിലാണ്. കേരളമെന്ന് പറയുന്ന ഈ സമാധാനമുള്ള ഭൂമി വലിയൊരു അപകടത്തിലാണ്. ഈ അപകട മുനമ്പിൽ നിന്ന് കേരളത്തിലെ മോചിപ്പിക്കണമെന്നും ഓരോ അച്ഛൻ്റെയും ഓരോ അമ്മയുടെയും ഓരോ ഉമ്മയുടെയും ഓരോ ബാപ്പയുടെയും ഓരോ അപ്പച്ചൻ്റെയും ഓരോ അമ്മച്ചിയുടെയും ഏറ്റവും വലിയ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ യുവത ആരും നമ്മുടെ കുട്ടികളാരും നമ്മുടെ പെൺകുട്ടികളാരും ഇനി ഇതിൽ മൂക്കുകുത്തി വിടാൻ പാടില്ല. നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാണുന്ന പുതിയ തലമുറ, ഈ 2K കിഡ്സ് കുട്ടികളൊക്കെ തന്നെ ഈ പലരും ഇതിൻ്റെ അഡിക്റ്റ് ആകും. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഞങ്ങൾ കടന്നു വന്ന പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് പോലും ഈ രാസലഹരിയിൽ നിന്ന് മുക്തമല്ല. ഒന്നുകിൽ അതിൽ താല്പര്യമുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ വിൽപ്പനക്കാരവിടെയുണ്ട്, അതല്ലെങ്കിൽ ഇത് കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ പെൺകുട്ടികൾ, നിങ്ങൾക്കറിയാം, 600 കേസ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ പോലീസ് എടുത്തപ്പോൾ അതിൽ ഏതാണ്ട് 30% പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്, 18 വയസ്സ് പ്രായമാകാത്ത കുട്ടികളാണ് ഈ രാസലഹരിക്ക് അഡിക്റ്റ് ആകുന്നത്. നിങ്ങൾ മറന്നു പോകരുത്. എന്ന് മാത്രമല്ല 10-15%, 17% പെൺകുട്ടികളും ഇതിൽ പെട്ടുപോകുന്നു. ഇതൊന്നും കേരളത്തിന് കേട്ടുകേഴ്വിയില്ലാത്ത കാര്യമാണ്. നമ്മുടെ പെൺകുട്ടികൾ തുള്ളിക്കളിച്ച് തുമ്പിയെപ്പോലെ പാറി സ്കൂളുകളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടികളാണ് ഇപ്പോൾ രാസലഹരി ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിൽ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം, സ്കൂളുകളിൽ അധ്യാപകർ ശ്രദ്ധിക്കണം, ക്യാമ്പസുകളിൽ കോളേജുകളിൽ അധ്യാപകർ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്, അതായത് നമ്മൾക്ക് കുറേ നമ്മൾ താമസിച്ചു പോയി, കുറച്ചധികം കൈവിട്ടുപോയി. നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇതിന് അഡിക്റ്റായി വരുന്നുണ്ട്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ കുട്ടികളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഏറ്റവും വലിയൊരു അപകടകരമായ ആസുര കാലത്താണ് നമ്മുടെ ജനങ്ങൾ ജീവിക്കുന്നത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത
ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഈ പ്രതിസന്ധി നമ്മൾ കടക്കും, നമുക്ക് കടന്നേ പറ്റൂ. നമ്മൾ പ്രളയം കടന്നവരാണ്, നമ്മൾ ഐക്യബോധം കൊണ്ട് നമ്മൾ കോവിഡ് കടന്നവരാണ്. നമ്മൾ സാമുദായികമായോ രാഷ്ട്രീയമായോ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലോ നമ്മൾ ഈ കാര്യത്തിൽ വിഘടിച്ച് നിൽക്കാൻ പാടില്ല. നമുക്ക് ഒറ്റ ശബ്ദമേ ആകാൻ പാടുള്ളൂ, ഒരേ സ്വരമേ ആകാൻ പാടുള്ളൂ. ഞങ്ങൾ ഈ 20-ാം തീയതി ഈ യാത്ര കാസർഗോഡ് വഴി കോഴിക്കോട് എത്തും. കോഴിക്കോട് ബീച്ചിൽ 1,00,000 ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തിനാണ് 1,00,000 ആൾക്കാരുടെ ശക്തി പ്രകടനം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ അതിനും എനിക്കൊരു മറുപടിയുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് ഈ വലിയ മാഫിയ സംഘങ്ങൾ നമ്മുടെ ഈ യാത്രയെ നിരീക്ഷിക്കുന്നുണ്ടാകും. അവൻ്റെ കോട്ടകൊത്തളങ്ങളിലേക്ക് നമുക്കൊരു സന്ദേശം എഴുതി വിടണം. ഇതേപോലുള്ള ആപൽഘട്ടങ്ങളിൽ കേരളം ഒറ്റയ്ക്കല്ല, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഒന്നാണ്, ഒരേ ശബ്ദമാണ്. അലറിയടിക്കുന്ന കോഴിക്കോട്ടെ കടലിൻ്റെ ആവേശത്തിൽ നമ്മൾ വിളിച്ചു പറയും, ഒരുവിധമുള്ള എല്ലാ MDMA വിൽപ്പനക്കാരനും കേരളം വിട്ടു പോകണം. സമാധാനം പുലരുന്ന ഈ മണ്ണിൽ ഒരു MDMAക്കാരനും പ്രസക്തിയില്ല. എല്ലാ രാസലഹരി വിൽപ്പനക്കാരനും പത്തി മടക്കി അവനെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കണം. ഒരേ സ്വരത്തിൽ നമ്മൾ ആവശ്യപ്പെടും, നമ്മുടെ കുട്ടികളെ, നമ്മുടെ കുരുന്നുകളെ കൊലപ്പെടുത്താൻ നമ്മൾ അനുവദിക്കില്ലെന്ന് 1,00,000 ആളുകൾ ഒരേ ശബ്ദത്തിൽ പറയും. നമുക്കതിനകത്ത് കടലാഴം പോരുന്ന ബോധം വേണം. നമ്മുടെ കുട്ടികൾ നശിച്ചു പോകും, തകർന്നു പോകും. സ്കൂളുകളിലും ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും വഴക്കുണ്ടാക്കാൻ പോയിട്ടുള്ളവരാണ്. കുട്ടികളെ സ്കൂളിൽ അയച്ചിട്ട് അധ്യാപകർ എന്തെങ്കിലും ഒന്ന് ശാസിച്ചു പോയാൽ അധ്യാപകരെതിരെ കേസെടുക്കാനും FIR ഇടാനും ഒക്കെ പറഞ്ഞു. കോടതി അടുത്തിടയ്ക്ക് പറഞ്ഞു, അധ്യാപകരെ നിങ്ങൾ ചൂരൽ കയ്യിലെടുത്തോളൂ. ഞങ്ങൾ പറയുന്നു, അമ്മമാർ ചൂലും കയ്യിലെടുത്തോളൂ, അടിച്ച് വൃത്തിയാക്കണം. നമ്മുടെ കേരളത്തിലെ അമ്മമാർക്ക് ചൂലെടുക്കാൻ പറ്റും. കുടുംബശ്രീയിലുള്ള എല്ലാ അമ്മമാരോടും ഞാൻ പറയുകയാണ്, നിങ്ങൾ എവിടെയൊക്കെ ചൂലെടുത്തിട്ടുണ്ടോ അവിടെ എല്ലാം വിജയം നിങ്ങളെ തേടി വന്നിട്ടുണ്ട്. വീണ്ടും കേരളത്തിൽ ചൂലെടുക്കാൻ സമയമായി. നമ്മൾ ഈ മാലിന്യം അടിച്ച് വൃത്തിയാക്കണം. ഈ മാരക രാസലഹരി എന്ന് പറയുന്ന സാധനം മാലിന്യമാണ്. കേരളത്തിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്ന മാലിന്യമാണിത്. ഈ മാലിന്യം തൂത്തെറിയാൻ നിങ്ങളെല്ലാവരും ചൂല് കയ്യിലെടുക്കണം. അതുപോലെ അധ്യാപകർ ഒരിക്കൽ താഴെ വെച്ച ചൂരൽ അവർ അതിവേഗം കയ്യിലെടുക്കണം. കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചൂരലെടുത്തോളാൻ പറഞ്ഞു. കാരണം അധ്യാപകൻ്റെ ശാസനയിൽ കുട്ടി പേടിച്ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് തിരിച്ചാണ്, കുട്ടികളുടെ ശാസനയിൽ അധ്യാപകൻ ഭയന്നു പോകുന്നു. മാത്രവുമല്ല, കുട്ടികൾ എന്തെങ്കിലും പരാതിയായി വീട്ടിൽ പോയി പറഞ്ഞാൽ വേലിപ്പത്തലും എടുത്തുകൊണ്ട് അധ്യാപകരെ തേടി സ്കൂളിലേക്ക് വരുന്ന മാതാപിതാക്കൾ ഇന്നുണ്ട്. നിങ്ങൾ പോകരുത് സ്കൂളിലേക്ക്. കുട്ടികൾ എന്തെങ്കിലും അധ്യാപകരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾ അത് അന്വേഷിച്ച് പള്ളിക്കൂടത്തിൽ പോകരുത്. പക്ഷേ നിങ്ങൾ സ്കൂളിൽ പോകണം. നിങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ സ്കൂളിൽ എത്തണം. വല്ലാത്തൊരു അപകടത്തിലാണ് ഇപ്പോൾ കേരളമെന്ന് മറന്നു പോകരുത്. നമ്മളിത് ആർക്കും, സർക്കാരിനോ പ്രതിപക്ഷത്തിനോ ഏതെങ്കിലും ഒരു ആഭ്യന്തര വകുപ്പിനോ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോ പോലീസിനോ ഒറ്റയ്ക്ക് നിർവഹിക്കാൻ കഴിയാത്ത കാര്യം. ഇത് പടർന്നു കഴിഞ്ഞു. ഇത് ഇനി കടപുഴക്കി എറിയണമെങ്കിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണം. അതുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ കോഴിക്കോട്ടേക്ക് ക്ഷണിക്കുന്നത്. അടുത്ത 20-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നമുക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയണം, പ്രതിസന്ധിയുടെ മുനമ്പിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒറ്റയ്ക്കല്ല, കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. ഒരേ സ്വരത്തിൽ നമ്മൾ പറയും, അവസാനത്തെ MDMAക്കാരനും ഈ നാട് വിട്ടുപോകാൻ വേണ്ടി അത്ര തൊണ്ട പൊട്ടുമാറ ഉച്ചത്തിൽ നമുക്ക് വിളിച്ചു പറയണം. നിങ്ങളെല്ലാവരും വരണം. കുറച്ച് ബുദ്ധിമുട്ടാകും, നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടു. കാര്യം കേരളം ഇപ്പോൾ പ്രശ്നത്തിലാണ്. ഈ പ്രതിസന്ധി കടന്നു പോകണമെങ്കിൽ നിങ്ങൾ ഓരോ ആളിനും നല്ല കരുത്ത് വേണം, ആത്മവിശ്വാസം വേണം, ആത്മബോധം വേണം. നമ്മുടെ പോലീസിനെയും നമ്മുടെ എക്സൈസിനെയും നമുക്ക് വിശ്വസിക്കാം. സമയം ഇത്തിരി വൈകിപ്പോയി, എന്നിരുന്നാലും അവർക്ക് തീർച്ചയായിട്ടും ഈ പ്രതിസന്ധിയെ നുള്ളിക്കളയാൻ പറ്റും. നമ്മൾ പിൻബലം കൊടുത്താൽ അവർക്ക് നിങ്ങളുടെ പിൻബലം വേണം, നിങ്ങളുടെ ആത്മവിശ്വാസം വേണം, നിങ്ങളുടെ കരുത്ത് വേണം. വീട്ടിൽ കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയണം. പുതിയ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കുട്ടികളും അറിയേണ്ടത്, ഈ മാരകമായ വിപത്തിൽ നിങ്ങൾ അടിപ്പെടരുത്. ഈ വിഷലഹരി നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആയുസ് 7 കൊല്ലമായി ചുരുക്കി കൊണ്ടുവരും. 80-85 വയസ്സ് കാലം ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ലോകത്തുള്ളപ്പോൾ ഈ നല്ല മണ്ണിൽ ജീവിച്ച് കൊതി തീരാതെ അകാലത്തിൽ നിങ്ങൾ അന്തരിച്ചു പോകും. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ പറയുന്നത്, നിങ്ങളുടെ സ്കൂൾ വരാന്തയിലോ ഇടനാഴിയിൽ വെച്ച് ഏതെങ്കിലും പരിചയമില്ലാത്ത ഒരാൾ മിഠായിയുടെ രൂപത്തിലോ മറ്റേതെങ്കിലും ചോക്ലേറ്റ് രൂപത്തിലോ വിഷലഹരി പുരട്ടിയ സാധനം നിങ്ങൾക്ക് കൈവശം തന്നാൽ നിങ്ങളത് കഴിക്കരുതെന്ന് മാത്രമല്ല, അയാളെ ആട്ടിപ്പായിക്കാൻ നിങ്ങൾക്ക് കഴിയണം. മുഖത്ത് നോക്കി നോ എന്ന് പറയും, ആട്ടിപ്പായിക്കാൻ കുട്ടികൾക്ക് കഴിയണം. ആ ട്രെയിനിങ് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് കൊടുക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. പെൺകുട്ടികളെ അറിയുന്ന അമ്മമാരും ഉമ്മമാരുമാണ്. പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം, ഓരോ ഭാവവ്യത്യാസം അറിയുന്ന ഉമ്മമാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കരുത്തോടെ പറയണം കുട്ടികളോട്, ആട്ടി തുപ്പണം ഇങ്ങനെയുള്ള ആളുകളെ. അതുമാത്രമല്ല, കേരളത്തിൽ കുറച്ച് കടകൾ തുറന്നു വെച്ചിട്ട് ഇപ്പോഴും എൻ്റെ വാട്സപ്പിൽ ഒരു പടം അയച്ചു തന്നു. എവിടെയോ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു കടയുടെ ചിത്രമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അനാവശ്യമായി പണം ഉണ്ടാക്കാനും ആർത്തി മൂത്ത് നമ്മുടെ ജനതയെ തകർത്ത് തരിപ്പണമാക്കിയാലും എനിക്ക് പണം ഉണ്ടാക്കിയാൽ മതി എന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ സംഘം ആളുകളാണ്
കേരളത്തിൽ ഈ മയക്കുമരുന്ന് വിറ്റഴിക്കുന്നത്. അവരെ ഒറ്റപ്പെടുത്തണം, അവരെ പോലീസിന് കാണിച്ചു കൊടുക്കണം, അവരെ ഇരുമ്പഴിക്കുള്ളിലാക്കണം. കാരണം ഇത്തരം വിൽപ്പനകൾ കേരളത്തിൽ നടക്കില്ല. അതിനുള്ള സന്ദർഭം നമ്മൾ ഉണ്ടാക്കില്ലെന്ന് അമ്മമാർ വിളിച്ചു പറയണം. നിങ്ങളെല്ലാവരും കോഴിക്കോട് നടക്കുന്ന നമ്മുടെ മഹാസമ്മേളനത്തിൽ 1,00,000 പേർക്കിടയിൽ നിങ്ങൾ ഉണ്ടാകണം. കാരണം നമുക്ക് ഈ ലോകത്തോട് പറയാൻ പലതുമുണ്ട്. അമ്മമാർ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ, നിങ്ങൾ ചൂല് കയ്യിലെടുക്കണം. നിങ്ങളുടെ ചൂലിൻ്റെ കരുത്തിൽ എല്ലാ MDMA-കാരനും ഈ നാട് വിട്ടു പോകണം. രാസലഹരിക്കാരൻ്റെ അവസാനം കണ്ടെത്തുന്നവരെ നിങ്ങൾ ചൂല് തറയിൽ വെക്കരുത്. ചൂല് ഉയർത്തിപ്പിടിക്കുക, അധ്യാപകർ ചൂരലും ഉയർത്തിപ്പിടിക്കുക. നമുക്ക് ഈ നാട് ശുദ്ധീകരിച്ചേ പറ്റും. നമുക്കിനി അവസരമില്ല. ഇത് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് വാറാണ്. ഡ്രഗ്സിനും അതുപോലെ അക്രമത്തിനുമെതിരെ അറിയുന്നത് പോലെ ഈ മയക്കുമരുന്ന് ലഹരി ഇനി മുന്നോട്ട് വിട്ടാൽ കൊലപാതകങ്ങളുടെ എണ്ണം കൂടും, കൊച്ചുപിച്ചാത്തിയും നടക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടും, അയലത്ത് പതിയിരിക്കുന്ന കാതകളുടെ എണ്ണം കൂടും. അത് അനുവദിക്കാൻ പാടില്ല. വളരെ അപകടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ കരുത്താർജിക്കുക. 20-ാം തീയതി ഈ യാത്രയുടെ ഭാഗമായി നടക്കുന്ന സമ്മേളനത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് നമ്മൾ അണിചേരും. ഗുഡ് ബൈ. നീ നമ്മുടെ ഹാഷ്മി എന്തോ 2 വാക്ക് പറയും അല്ലേ? ഇല്ല, പ്രിയപ്പെട്ടവരെ, അതായി വേദിയിൽ ഒരുപാട് അമ്മമാരെ ഉമ്മമാരെ നമ്മൾ കാണുന്നുണ്ട്. കുറേ അധികം ഉമ്മമാർ, ഒരുപക്ഷെ ഇതുപോലത്തെ ഉമ്മമാരല്ല ആവില്ല. കഴിഞ്ഞ 16-ാം തീയതി തിരുവനന്തപുരത്ത് നമ്മുടെ ഈ യാത്രയ്ക്ക് ദീപശിഖ കൊളുത്തി ദീപ്തി പകർന്നത് നെഞ്ചിൽ നെരിപ്പോടിൻ്റെ വേദന പേറുന്ന കുറേയധികം അമ്മമാരാണ്. അതിൽ പുത്രദുഃഖം പേറുന്നവരുണ്ട്, ലഹരി മാഫിയയുടെ അഗാധത്തിലുള്ള മുറിവുകൾ ഏറ്റുവാങ്ങുന്നവരുണ്ട്, മരിക്കുവോളം മറക്കാനാവാത്ത വലിയ വേദന ഉള്ളിൽ പേറുന്ന 100 അമ്മമാരാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മഹാനടന്മാരോ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ അല്ല നമ്മുടെ ഈ യാത്ര ഉദ്ഘാടനം ചെയ്ത് ദീപം കൊളുത്ത് നമ്മളെ പറഞ്ഞു വിട്ടത്. അപ്പോൾ ആ വേദനയുടെ പതാകവാഹകരായി ഞങ്ങൾ 9 ജില്ലകൾ പൂർത്തിയാക്കിയത് 10-ാം ജില്ലയിൽ എത്തി നിൽക്കുകയാണ്, മലപ്പുറത്തിൻ്റെ മണ്ണിൽ. നമുക്കറിയാം ഈ കണ്ട കാഴ്ചകൾ, ഞങ്ങൾ ഈ 10 ജില്ലകളിൽ കണ്ട കാഴ്ചകൾ ഭീകരമായ കാഴ്ചകളാണ്. ഏറ്റവും ഒടുവിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറയുന്നുണ്ട്, 4-ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി MDMA അഡിക്റ്റായ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം ചെറിയ പ്രായത്തിൽ, മുലകുടി മാറാത്ത പ്രായത്തിൽ ഈ കുട്ടികൾ, ചെറിയ കുട്ടികൾ MDMA മൂക്കിലോട്ട് വലിച്ചു കയറ്റാൻ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണ്. ഇനിയും നമുക്ക് കാത്തിരിക്കാൻ സമയമില്ല. നമ്മുടെ യാത്ര ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഏത് രീതിയിലാണ് ഈ ലഹരി മാഫിയക്കെതിരെ സർക്കാർ പൊരുതുന്നതിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ ബോധവൽക്കരണവും അല്ലാതെയുമൊക്കെ നമ്മൾ ഇറങ്ങുന്നു. നമ്മളൊരു ഒരു ഗവേഷണ, ഒരു അക്കാദമിക് പുസ്തകം തയ്യാറാക്കാൻ പോകുന്നു ഈ യാത്രയ്ക്കൊടുവിൽ. ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ചെറിയ 10 ജില്ലകൾ പൂർത്തീകരിച്ച് 11-ാം ജില്ലയും 12-ാം ജില്ലയും ഒക്കെ കടന്ന് ചെറിയ പുഴകൾ പോലെ നമ്മൾ സംഗമിക്കാൻ പോകുന്നു കോഴിക്കോട് കടപ്പുറത്ത്. അവിടുത്തെ കടലിൻ്റെ തീരത്ത് ഒരു മനുഷ്യ മഹാസമുദ്രം തീരാൻ പോകുന്നു. ആ മനുഷ്യ മഹാസമുദ്രത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. നമ്മൾ ഒരുമിച്ച് പറയാൻ പോകുന്നു, കടക്ക് പുറത്ത് ഈ പറയുന്ന പഴശ്ശിരാജയുടെയും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ഒക്കെ പിന്മുറക്കാരാണ്. ഞങ്ങൾ ഈ ബ്രിട്ടീഷുകാരോട് വരെ കടക്ക് പുറത്തുനിന്ന് പറഞ്ഞവരാണ്. ഞങ്ങൾ ഈ പറയുന്ന ലഹരി മാഫിയ, ഡ്രഗ് കാർട്ടൽ ഞങ്ങൾക്ക് മുന്നിൽ, ഞങ്ങളുടെ സംഘടിത ശക്തിക്ക് മുന്നിൽ, ഞങ്ങളുടെ ഏകാത്മക ശബ്ദത്തിന് മുന്നിൽ നിങ്ങൾ ഒന്നുമല്ല, നിങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറയാൻ പോകുന്നു. നമ്മുടെ ഉറച്ച ശബ്ദത്തിൽ അവർ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ ഇടിഞ്ഞു വീഴാനും പോകുന്നത് ഉറച്ച പ്രതീക്ഷയോടെ നിർത്തുകയാണ്. താങ്ക്സ് ലോട്ട്. നമ്മുടെ CDS ചെയർപേഴ്സണൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ വാർത്താ അവതാരകൻ S. വിജയകുമാർ കൂടി 2 വാക്ക് പറഞ്ഞതിന് ശേഷം നമ്മുടെ ചെയർപേഴ്സണിലേക്ക് നമ്മൾ പോകും. വിജയകുമാർ. നമസ്കാരം. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആരോടാണ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. കേരളത്തിൽ എന്തു മാറ്റം വരുത്താനും ശക്തിയുള്ള കുടുംബശ്രീയുടെ പ്രിയപ്പെട്ട അമ്മമാരും സഹോദരിമാരുമാണ് ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഞങ്ങൾ കാണുന്നത്. അവരോടൊരു കാര്യം പറയുമ്പോൾ അത് നടപ്പാകുമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അഭ്യർത്ഥന, ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പതിവ് ക്യാമ്പയിനിൽ ലഹരിക്കെതിരായ പോരാട്ടവും ഒരു വിഷയമാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതുപോലെ ചെയ്യണം. നമുക്കറിയാം, നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നമ്മളൊക്കെ നിൽക്കുന്നതിന് അധികം അകലെയല്ല എലത്തൂരെ മിനി എന്ന അമ്മയെ ഞാൻ ഈ വേദിയിൽ ഓർക്കുകയാണ്. മകൻ ലഹരി കച്ചവടക്കാരനാണ്, ലഹരിക്ക് അടിമയാണ് എന്നറിഞ്ഞപ്പോൾ അവൻ എന്നെയും എൻ്റെ നാട്ടിലുള്ളവരെയും സഹോദരിമാരെയും കൊല്ലും എന്നറിഞ്ഞപ്പോൾ അവനെ പോലീസിന് വിളിച്ചു കൊടുത്ത ഒരമ്മ മിനി എലത്തൂരിലുണ്ട്. ആ അമ്മ നമുക്കൊക്കെ മുന്നിൽ ഒരു മാതൃകയായി നിൽക്കുന്നു. നമ്മൾ മാതൃകയാക്കാൻ പാടില്ലാത്ത ഒരമ്മ ഞങ്ങളൊക്കെ വന്ന എറണാകുളത്തുണ്ട്. ആ അമ്മയുടെ പേര് ഐശ്വര്യ എന്നാണ്. 22 വയസ്സുള്ള മകനെയും കൊണ്ട് രാസലഹരി കച്ചവടത്തിന് പോയി വാളയാറിൽ എക്സൈസ് പിടികൂടിയ ഐശ്വര്യ എന്ന അമ്മയും അവരുടെ മകനും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് മാതൃകയാക്കാവുന്നത് എലത്തൂരിലെ മിനി എന്ന അമ്മയെയാണ്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ നടത്തുന്ന പോരാട്ടം ചെറിയ ശത്രുവിനെതിരെയല്ല, അതിഭയങ്കരനായ ശത്രുവിനെതിരെയാണ്. ആ ശത്രുവിനെതിരായ പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും പോലീസോ പട്ടാളമോ പടയാളിയോ രാജാവോ മന്ത്രിയോ ഒക്കെ ആകണം.
എന്നാൽ മാത്രമേ നമുക്ക് ആ പോരാട്ടം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. നമ്മുടെ വീടുകൾ അതിനുള്ള പോരാട്ട ഭൂമിയാക്കി മാറ്റണം. നമ്മളുടെ സ്കൂളുകൾ അതിനുള്ള പോരാട്ട ഭൂമിയാക്കി മാറ്റണം. നമ്മളുടെ വീടുകളിൽ ഈ രാസലഹരിയുമായി ആരും വരുന്നില്ല, അതിൻ്റെ പ്രചാരകരുണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ സ്കൂളുകൾ ഇത്തരം ലഹരി വിൽപ്പനക്കാരുടെ കണ്ണിന് മുന്നിൽ എത്തുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമുക്ക് ഇവിടുത്തെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ PTA അംഗങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ എല്ലാ മാസവും PTA യോഗം ചേരണം. ഇത് കൃത്യമായി റിവ്യൂ ചെയ്യണം. ഈ അക്കാദമിക് ഇയർ അടുത്ത ജൂൺ 1 നമ്മൾ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ സ്കൂളുകളിൽ PTA മീറ്റിങ്ങുകൾ കൃത്യമായി ചേരണം. അതൊരു വഴിപാട് പോലെയല്ല, നമ്മൾ എല്ലാവരും ആ PTA മീറ്റിങ്ങുകളിൽ എല്ലാ തവണയും പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. അവിടെ നമ്മൾ ഈ വിഷയം ഉന്നയിക്കണം. അങ്ങനെ നമുക്ക് ഇതിനെ പടിക്ക് പുറത്തു നിർത്താൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും അത് ചെയ്യാറില്ല. ഇനി അങ്ങനെയല്ല, നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം ജാഗ്രത മതി, ഭയം വേണ്ടെന്നൊക്കെ നമ്മളെ സമാധാനിപ്പിക്കാൻ പലരും പറയും. പക്ഷെ അങ്ങനെയല്ല, ജാഗ്രതയോടൊപ്പം കുറച്ച് ഭയം കൂടി വേണം. ആ ഭയം നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആ പോരാട്ടത്തിന് എല്ലാവരും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം. നമ്മൾ ഒരുമിച്ചാണ്, ആരെങ്കിലും നയിക്കുകയല്ല. നമ്മൾ തന്നെയാണ് നയിക്കുന്നത്. നമ്മൾ തന്നെയാണ് പടയാളി, നമ്മൾ തന്നെയാണ് പോലീസും പട്ടാളവും എക്സൈസും കസ്റ്റംസും എന്ന് വേണ്ട എല്ലാം നമ്മൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ പോരാട്ടത്തിൽ ഉണ്ടാകണം. ഇവിടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കണ്ടത് ഞങ്ങൾക്ക് തന്നത് ഒരു വലിയ ഊർജ്ജമാണ്. ആ ഊർജ്ജം ഞങ്ങളുടെ അടുത്ത യാത്രയുടെ ഘട്ടത്തിലും ഉണ്ടാകുമെന്ന് ഉറപ്പോടുകൂടി എല്ലാവരെയും ഈ പോരാട്ടത്തിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അപ്പം നിങ്ങളെല്ലാവരും കോഴിക്കോട് ഉണ്ടാവുമോ? കേട്ടില്ല, ഞാൻ കേട്ടില്ല. ഒന്നുകൂടെ, കോഴിക്കോട് ഉണ്ടാവുമോ? കോഴിക്കോട് അവിടെ കാണും, നിങ്ങളുണ്ടാവുമോ? ഓക്കെ. അപ്പോൾ നമ്മുടെ CDS ചെയർപേഴ്സൺ ഇതാ മൈക്ക്. പേര് അനിതയാണ് ചെയർപേഴ്സൺ അല്ലേ? നമ്മൾ താഴെ വീണ കോഴിക്കോട് വരെ എത്തത്തില്ല. ഓക്കെ, റെഡി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ ഒരു 24 ന്യൂസിൻ്റെ ചീഫ് എഡിറ്റർ, അതുപോലെ അവരുടെ ഭാരവാഹികൾ, സ്റ്റാഫുകൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന് നല്ല സന്തോഷമുണ്ട്. നമ്മുടെ ആളുകൾക്ക്, അയൽക്കൂട്ട അംഗങ്ങൾക്കും വളരെയധികം സന്തോഷമായി. ലഹരി വിരുദ്ധത്തിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളും കുടുംബശ്രീ കൂടെ ബോധവൽക്കരണ ക്ലാസ്സുകളും അയൽക്കൂട്ട തലത്തിലൂടെയൊക്കെ നടത്തുന്നുണ്ട് ജെൻഡറിൻ്റെ ഭാഗമായിട്ട്. ഏതായാലും സന്തോഷമായി എത്തിയതിൽ. നമുക്ക് നമ്മുടെ കുടുംബാംഗമായ നമുക്കൊരു എഡിറ്ററുണ്ട്, സതീഷിൻ്റെ ഭാര്യയാണ് ഇവിടെ. ഇതൊക്കെ സതീഷിൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞില്ല, വിജിത. വിജിത ഇവിടെയുണ്ട്. വിജിതയാണ് നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദരവുള്ള, വ്യക്തിപരമായിട്ട് എനിക്ക് ഏറ്റവും ആദരവുള്ള ഒരു ജനക്കൂട്ടമാണ് ഈ കുടുംബശ്രീ എന്ന് പറയുന്നത്. ഇതാണ് വിജിത എന്ന് പറയുന്നത്. വിജിത എന്നുള്ള പേരാ ഞാനും പറഞ്ഞേ. സാറ് ഈ ഒരു പരിപാടിയിലേക്ക് വന്നതിൽ വളരെയധികം സന്തോഷം. സാറിൻ്റെ ഈ ലഹരിക്കും ആക്രമണത്തിനുമെതിരെയുള്ള ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു വിജിത. വിജിത പറയാം എൻ്റെ ലഹരി നിങ്ങളാണ്. അപ്പം എനിക്ക് ഏറ്റവും വ്യക്തിപരമായ ആദരവുള്ള ഒരു ജനസംഘമാണ് ഈ കുടുംബശ്രീ എന്ന് പറയുന്നത്. വിജയം പറഞ്ഞ വളരെ ശരിയാണ്. കുടുംബശ്രീക്കാർ ഒരു കാര്യം തീരുമാനിച്ചാൽ അതൊരു 1.5 തീരുമാനമായിരിക്കും. അവിടെ ഒരു തീരുമാനമെടുത്താൽ അതിന് 1000 അർത്ഥങ്ങളുണ്ട് വിജയ. ഓക്കെ, അപ്പൊ കുടുംബശ്രീ കീ. ഇത് നമ്മുടെ ഒരു സന്തോഷം. അപ്പൊ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് നമ്മുടെ ഈ ലഹരി വിരുദ്ധ സമീപനത്തിൽ അദ്ദേഹത്തിനും എന്തോ ഒരു ആവേശം തോന്നിയിട്ടുണ്ട്. വളരെ സന്തോഷം. ഏതായാലും നമ്മുടെ ബഹുമാനിയായിട്ടുള്ള VK, അതുപോലെ തന്നെ നമ്മുടെ SKനും, അതുപോലെ അശ്മി, അതുപോലെ വിജയകുമാർ, മറ്റെല്ലാവരും വളരെ സന്തോഷകരം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വിജി നമ്മളോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു, ഇങ്ങനെ ഒരു സംഗതി വരുന്നുണ്ട്, SKN ഇങ്ങനെ വരുന്നുണ്ട്, വലിയ പ്രോഗ്രാം ആയിരിക്കും, നമുക്ക് ഇവിടെ സംവിധാനിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ തന്നെ മൂളി. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മുടെ യുവാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഞങ്ങൾ ക്ലബ്ബുകൾക്ക് കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഞങ്ങളുടെ കിറ്റ് കൊടുക്കുന്നത് ഗ്രാമക്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ഏപ്രിൽ ഈ അവസാന വീക്കിൽ ഗ്രാമക്കൂട്ടം എന്ന് പറഞ്ഞുകൊണ്ട് ലഹരിക്കെതിരെയുള്ള ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ഒരു വലിയ തുടക്കമായി ഇതിനെ കണ്ടുകൊണ്ട് എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നത്. ഇനിയിപ്പോ ഒരു വനിതയ്ക്കാ സംസാരിക്കാൻ. ആരാ? താങ്ക് യു. ഏറ്റവും ബഹുമാനായ നമ്മുടെ SKN, അശ്മി, വിജയകുമാർ ആൻഡ് ടീം,
ഏതായാലും വളരെ സന്തോഷം. ഏതായാലും നമ്മുടെ ഒരു വേദിയിൽ വന്നതിനും നമ്മളോട് അഡ്രസ്സ് ചെയ്തതിനും നിങ്ങളുടെ ആ പ്രോഗ്രാമിൻ്റെ ഭാഗം ഞങ്ങൾ കുടുംബശ്രീൻ്റെ ഭാഗമാക്കിയതിനും വളരെയധികം നന്ദി. കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങളും ഈ പറയുന്ന പോലെ കുടുംബശ്രീ നമ്മുടെ ലോകത്തിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. അപ്പോൾ ഇവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ എന്താ പറയുക, SKN എന്ന് പറഞ്ഞ ഒരു പുകഴ്ത്തി പറയുന്നതല്ല, അതൊരു ബ്രാൻഡാണ്, കേരളത്തിൻ്റെ ഒരു ബ്രാൻഡാണ്, അത് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇന്ന് മുതൽ കാണുന്നതല്ല, വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ആ ഒരു ആദ്യത്തെ പ്രോഗ്രാം മുതൽ കാണുന്നതാണ്. അതുപോലെ തന്നെ മുഖപരിചയം നമ്മുടെ കുടുംബത്തിലൊരു അംഗത്തിനെ പോലെ തന്നെ പരിചയമുണ്ട്. അപ്പോൾ ആ മുഖം വന്ന് ഞങ്ങളോട് സംവദിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് നമ്മൾ ലഹരി വിരുദ്ധ ആൻറ്റി ഡ്രഗ് ഡ്രൈവ് എന്നുള്ള രീതിയിൽ നമ്മളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതിനൊരു ഊർജ്ജമായിട്ട് ഇത് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ രാസലഹരിയും മറ്റ് മദ്യമൊന്നും ആയിരിക്കട്ടെ നമ്മുടെ ലഹരി, നമ്മുടെ ചെറുപ്പകാലത്തിലുള്ള പോലെ നല്ല സൗഹൃദങ്ങളും നല്ല കുടുംബ ബന്ധങ്ങളും നല്ല ജീവിത സന്ദേശങ്ങളും നല്ല മൂല്യങ്ങളും നല്ല 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 പെരുമാറ്റങ്ങളും ആവട്ടെ നമ്മുടെ ലഹരിയും. ആ ലഹരിയിലൂടെ നമ്മൾ മുന്നേറിപ്പോകട്ടെ എന്ന് മാത്രമാണ് ആഗ്രഹിക്കാനുള്ളത്. ഏതായാലും നമ്മുടെ ഒരു പ്രോഗ്രാമിന് നമ്മുടെ കുടുംബശ്രീ ജില്ലാ മിഷൻ്റെ ഭാഗമായി നടത്തുന്ന കുടുംബശ്രീ ഫെസ്റ്റിൽ വന്ന് നിങ്ങളുടെ ഒരു പ്രസൻസ് കൊണ്ട് ധന്യമാക്കിയതിന് നിങ്ങളുടെ ആ ടീമിന് SKN ടീമിന് എല്ലാവർക്കും എല്ലാവരും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. അപ്പോൾ കോഴിക്കോട് നിങ്ങൾ കടപ്പുറത്ത് വരുമ്പോൾ 20-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് വരുമ്പോൾ നിങ്ങൾ മക്കിക്കാട്ടുകാരെല്ലാം ഒരു ഗ്രൂപ്പായിട്ട് മാറി നിൽക്കണം. എന്നിട്ടൊരു ഒരു 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 ബോർഡ് പിടിച്ചേക്കണം, ഒരു ബാനർ പിടിച്ചേക്കണം. വി ആർ ഫ്രം മക്കിക്കാട്, നോ ഡ്രഗ്സ് നോ വയലൻസ്. വി ആർ ഫ്രം മക്കരപ്പറമ്പ്. മക്കിക്കാടല്ല, മക്കരപ്പറമ്പ്. എൻ്റെ ഓർമ്മശക്തിയുടെ കൂടുതൽ അത് ഞാൻ എവിടെയോ മക്കിക്കാട്ട് പോയിരുന്നു, അതാ പ്രശ്നം വരുന്നത്. അപ്പോൾ വരുന്ന വഴി കുറേ സ്ഥലം കണ്ടു, ജീവിതത്തിൽ കണ്ടിട്ടുള്ള സ്ഥലം അല്ല, വയനാടല്ലേ. അപ്പോൾ മക്കരപ്പറമ്പുകാരെല്ലാം കൂടെ ഒരു ബ്ലോക്കായിട്ട് ഇരുന്നിട്ട് വി ആർ ഫ്രം മക്കരപ്പറമ്പ്, നോ ഡ്രഗ്സ് നോ വയലൻസ്, മലയാളത്തിൽ പറഞ്ഞാലും മതി, അത് ആയാലും മതി അല്ലേ. അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ 2 വാക്ക് പറയും. അങ്ങനെ പേരെങ്ങനെ? അബ്ദുൽ കരീം. പ്രിയപ്പെട്ടവരെ, ലഹരിക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭവുമായി മുന്നിട്ടിറങ്ങിയ ഈ 24 ചാനലിൻ്റെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കൊക്കെ അറിയാം, ഇത്തരം സമൂഹത്തിലെ മുഴുവൻ ആളുകളും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ നമുക്ക് ഈ വിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും കരകയറ്റാൻ കഴിയുകയുള്ളൂ എന്ന് ഉള്ളറിഞ്ഞുകൊണ്ടാണ് ഈ പത്രപ്രവർത്തകരെല്ലാം ചാനലുകാരെല്ലാം ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. വളരെ മനോഹരമായ രീതിയിൽ ഇതിവിടെ വന്ന് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ച ഇതിൻ്റെ സംഘാടകരെയും ഇതിന് മുന്നിട്ടിറങ്ങിയ ഈ പ്രവർത്തകരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ജയ് ഹിന്ദ്. അപ്പോൾ ഇനി സ്കൂളിൻ്റെ HMന് 2 വാക്ക് പറയാനുണ്ട്. HM. വളരെ സന്തോഷം SKN ഇങ്ങനൊരു പ്രോഗ്രാം നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട പരിസരത്ത് നടത്താൻ കഴിഞ്ഞതിൽ. ഇത് കുടുംബശ്രീ എൻ്റെ അമ്മമാരാണ്, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുടെ അമ്മമാരാണ്. വളരെ വലിയൊരു മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. അധ്യാപകരായ ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകെയുണ്ട്. സർക്കാരിനും 24 ചാനലും എല്ലാവിധ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. നന്ദി. ചൂരലെടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ ആവശ്യത്തിന് എടുക്കാറുള്ളൂ. ഇനി ഒന്നും കൂടെ ഗൗരവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചൂരൽ എപ്പോഴും കയ്യിൽ വെക്കാം, ഒരു താങ്ങുവടിയായിട്ട്. താങ്ക് യു വെരി മച്ച്. മാത്രമല്ല ഹൈക്കോടതി ചൂരലെടുക്കാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ പോലീസ് അനാവശ്യമായി അധ്യാപകരെ കേസിൽ കുരുക്കരുത്, അവരെ വലിയ പ്രോസിക്യൂഷൻ നടപടികൾ പാടില്ല. അപ്പോൾ അധ്യാപകർക്കെതിരെ പരാതി വന്നാൽ കാര്യമായിട്ട് പോലീസ് അന്വേഷിച്ച് ഉറപ്പ് വന്നാൽ മാത്രമേ ആക്ഷൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ കോടതിയുടെ പ്രൊട്ടക്ഷൻ പോലും ഇപ്പോൾ അധ്യാപകർക്കുണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾ ചൂരലെടുത്തുള്ളൂ, ഇനി ഒന്നും നോക്കാനില്ല. ഇതൊരു അന്തിമ വാറാണ്, ദിസ് ഇസ് അൾട്ടിമേറ്റ് വാർ. അപ്പോൾ ഞാൻ ഇനി ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ കോഴിക്കോട് വരുന്നവരെല്ലാം ഒന്ന് കൈപൊക്കിയേ. എല്ലാം കൂടെ എണ്ണിയപ്പോൾ 21 പേരേ ഉള്ളൂ. ഇവിടെ എല്ലാം കൂടെ 800-900 പേരാണ്. ഒന്നുകൂടെ പൊക്കിയേ. ആഷ്മി ആരാണ്ട് 2 കൈയും പൊക്കി. അപ്പോൾ എല്ലാം കൂടെ 84 പേരുണ്ട്. ഞാൻ നിങ്ങൾ കോഴിക്കോട് നിങ്ങളിൽ 300 പേരെ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? മക്കരപ്പറമ്പിലെ 300 പേര് അല്ലേ? വന്നില്ലെങ്കിൽ ഞാൻ ഒരു വരവ് ഇങ്ങോട്ട് വരും. റെഡി. അപ്പോൾ ഇനി നമുക്ക് കുഞ്ഞാക്കമ്മദ് സ്കൂളിൻ്റെ ചെയർപേഴ്സൺ. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം ലഹരിയിലും പ്രത്യേകിച്ച് രാസലഹരിയിലും മുക്കിക്കൊല്ലാൻ ഈ വെമ്പൽ കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും സാമൂഹിക പ്രതിബദ്ധതയോടെ ഇത്തരം ഒരു പരിപാടിയുമായി നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് എത്തിച്ചേർന്ന ശ്രീകണ്ഠൻ നായർ, അതുപോലെ തന്നെ ഹാഷ്മി, അതുപോലെ മറ്റു അദ്ദേഹത്തിൻ്റെ ക്രൂസ്, എല്ലാവരെയും മക്കരപ്പറമ്പ് സ്കൂളിന് വേണ്ടി, നിങ്ങൾക്കൊക്കെ വേണ്ടി, മക്കരപ്പറമ്പിൻ്റെ എല്ലാവർക്കും വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല അദ്ദേഹത്തെ ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് എത്തിച്ചേർന്നതിന് ഏറ്റവും നല്ല രീതിയിൽ അഭിനന്ദനങ്ങൾ അർഹിക്കുകയും ചെയ്യുന്നു. അതിന് അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാർഡ് മെമ്പറിന് ഒരു വാക്ക് പറയണമെന്ന് പറഞ്ഞു, 2 വാക്ക് പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായും നമ്മുടെ 24 ചാനലിൻ്റെ ഈ ഉദ്യമത്തിന്
നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ വാർഡിൻ്റെയും എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യാൻ ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം എന്നും ഉണ്ടാകും. അപ്പൊ ഇനി അവസാനത്തെ ആള് സംസാരിക്കാൻ ഒരു വാക്ക്. പ്രിയമുള്ളവരെ, ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ്. നമുക്കറിയാം ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ മക്കളാണ്. കോടാനക്കോടി കറൻസി ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. നമ്മളെ മക്കൾ ഇന്ന് അകപ്പെട്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രശ്നത്തിൽ ഏറ്റവും നമ്മുടെ കേരളത്തിൻ്റെ ആത്മാവിനെ തൊട്ടുണർത്തിക്കൊണ്ടുള്ള SKയുടെ യാത്രക്ക് ഹൃദയം തൊട്ടറിഞ്ഞ വാക്കുകളെ കൊണ്ട് എല്ലാവിധ ആശംസകളും പിന്തുണയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ബ്ലോക്കിൻ്റെയും ജനങ്ങളുടെയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അപ്പോൾ ഇനി നിങ്ങളുടെ എല്ലാ അനുവാദത്തോടെ ഞാനൊരു പൊന്നാട വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊന്നാടയുടെ ചേട്ടൻ ഇതാണ്. പൊന്നാട ചേട്ടൻ്റെ പേര് ഹനീഫ. ഓക്കെ ഓക്കെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ഓക്കെ അങ്ങ് ചേട്ടൻ എവിടെ നിന്നോ ചേട്ടൻ്റെ മേളിൽ തന്നെ ഞങ്ങൾ വീഴും. ഓക്കെ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന ലഹരിയുടെ നീരാളിപ്പെടുത്തത്തിൽ നിന്നും നമ്മുടെ നാടിനെയും നഗരത്തെയും മോചിപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾക്കൊക്കെ വളരെ സുപരിതമായിട്ടുള്ള 24 ചാനൽ, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ചാനലിൻ്റെയും MDയും ചെയർമാനും കൂടിയായിട്ടുള്ള SK എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ശ്രീകണ്ഠൻ നായരും, അതുപോലെ തന്നെ വാർത്താ വായന രംഗത്ത് മിന്നും നക്ഷത്രമായിട്ടുള്ള താജ് ആഷ്മി ഇബ്രാഹിമും വിജയകുമാറും അടങ്ങുന്ന ടീമിന് മക്കരപ്പറമ്പിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇവിടെ അവർ ഉന്നയിച്ചിട്ടുള്ള ലഹരിക്കെതിരെയുള്ള ഈ ക്യാമ്പയിൻ ചാനൽ പോലെ തന്നെ അതൊരു ജനകീയ ചാനലാണ്. ജനഹൃദയങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി വന്നിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് ഈ പൗരാവലിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. അദ്ദേഹം പറഞ്ഞതിൽ ചെറിയൊരു തിരുത്തുണ്ട്. നമ്മുടെ 24ൻ്റെ ചെയർമാൻ വേങ്ങരയിലെ, മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലെ ആലിങ്കൽ മുഹമ്മദാണ്. നിങ്ങൾക്കറിയാം. പിന്നെ അതുപോലെ ഫ്ലവേഴ്സിൻ്റെ ചെയർമാൻ ഗോപാലേട്ടൻ. അത് കുഴപ്പമില്ല, എന്നെ ഒരു മിനിറ്റ് ഒന്ന് ചെയർമാനാക്കി, എനിക്കിഷ്ടമായി. ഓക്കെ, സന്തോഷമായി. അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾ ഇനി പറയല്ലേ, ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. വരൂ. അപ്പൊ ഒരു ഉമ്മ രണ്ട് അമ്മയുടെ പേര് വൈസ് പ്രസിഡന്റ്. അയ്യോ, മക്കരപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആണിത്. കണ്ടപ്പോൾ മനസ്സിലായില്ല, നേരത്തെ പ്രസിഡന്റ് ആയിരുന്നല്ലേ? പ്രസിഡന്റ് ഇവരിപ്പോഴാ പറയുന്നത്. മുന്നോട്ട് പോകണം. എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ സംസാരിക്കാനുള്ള സമയമില്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു വലിയൊരു പോരാട്ടം തന്നെയാണ്. ഒരു പുൽക്കൊടി മുതലുള്ള ഒരു പുൽക്കടി പോലും ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ ഓരോ മക്കളും, നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറയും പ്രത്യേകിച്ച് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് നമ്മുടെ മക്കളെയാണ്. അപ്പോൾ ഏറ്റവും നല്ലതായ ഒരു ഉദ്യമത്തിന് എല്ലാവിധ മാനസികമായും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള എല്ലാവിധ പ്രാർത്ഥനയും പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഈ ഒരു സതുദ്യമത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പറയാനുണ്ടാവും. ഓക്കെ, രണ്ട് വാക്ക് ഇതേ കൂടെ പറയും. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും 24 ചാനലിൻ്റെ ഈ ഒരു മഹത്തായ ക്യാമ്പയിൻ കേരളത്തിലെ മുഴുവൻ ആളുകളും ഏറ്റെടുത്തുക്കണോ എന്നുള്ളത് ഇവിടുത്തെ മക്കരപ്പറമ്പിലെ ജനാവലി തന്നെ അതിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഏതായാലും ഇങ്ങനെ അടുത്ത് കാണാനും ആഷ്മി പ്രത്യേകിച്ച് എല്ലാവരെയും ജനഹൃദയങ്ങളിലാണ്. ആഷ്മിൻ്റെ പൊട്ടാത്ത വാക്കുകൾ കേട്ട് ഇവിടെ നിർത്താം, നമ്മളെ സീറ്റ് തന്നെ വെച്ചു കൊടുക്കുക. പഞ്ചായത്ത് മൊത്തം ആഷ്മിനെ വേണ്ടി ഏൽപ്പിക്കുക. ഇങ്ങനെ ആഷ്മിനെ ഇവിടെ കാണാനും ഈ ഒരു ക്യാമ്പയിന് വളരെ നല്ല, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചാനൽ പോലെ തന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരാൻ SK നയിച്ച ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓക്കെ, നമ്മൾ നേരിടുന്നത് വലിയൊരു ഗുരുതരമായ പ്രശ്നമായതുകൊണ്ട് നമ്മളൊരു പ്രതിജ്ഞ എടുത്ത് ദേശീയഗാനം ആലപിച്ച് പിരിയുന്നതാണ് നമ്മുടെ പതിവ് രീതി. അപ്പോൾ ഒരു പ്രതിജ്ഞ S വിജയകുമാർ അദ്ദേഹം വായിക്കും. നിങ്ങൾ വളരെ രക്തം കിനിയുന്ന ആത്മാർത്ഥതയോടെ ഈ പ്രതിജ്ഞാവാചകം ചൊല്ലുക. ഞാൻ ചൊല്ലാം, എല്ലാവരും ഏറ്റു ചൊല്ലിയാൽ മതി. എൻ്റെ കേരളം എനിക്കെന്നും അഭിമാനം. സമൂഹത്തിലെ ദുഷ്പ്രവണതകൾ എന്നെ ആശങ്കപ്പെടുത്തുന്നു. മദ്യവും മയക്കുമരുന്നും കുട്ടികളെ പോലും ഇരയാക്കുന്നു. നിരപരാധികൾ ലഹരി വലയിൽ ബലിയാടാകുന്നു. ലഹരി മാഫിയയുടെ വ്യാപനം ഞാൻ അറിയുന്നുണ്ട്.
പ്രത്യക്ഷമായോ പ്രത്യക്ഷമായോ പരോക്ഷമായോ പരോക്ഷമായോ ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ലഹരി പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സമൂഹത്തെ സമൂഹത്തെ മുറിവേൽപ്പിക്കുന്ന മുറിവേൽപ്പിക്കുന്ന ലഹരി വ്യാപനം ലഹരി വ്യാപനം സർവശക്തിയുമെടുത്ത് സർവ്വശക്തിയുമെടുത്ത് തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. തടയുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ 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 പ്രതിജ്ഞ. താങ്ക് യു. താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ കുടുംബശ്രീയുടെ ഈ വേദിയിൽ വരാൻ കഴിഞ്ഞതിൽ വളരെ ഭാഗ്യം. കച്ചവടമൊക്കെ നന്നായി നടക്കട്ടെ അല്ലേ വിജയകുമാർ? ഇനി നമ്മൾ സാധാരണഗതിയിൽ ഇതൊരു നമുക്ക് ഏറ്റവും ദേശസ്നേഹം തുളുമ്പുന്ന ഒരു നിമിഷം കൂടിയാണിത്. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. താങ്ക് യു.